കസ്റ്റഡിയിലുള്ള BSF ജവാനെ വിട്ടു നൽകിയില്ല എങ്കിൽ കടുത്ത പ്രഹരം നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകാൻ ഇരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, ഇന്നലെ ഏതാണ്ട് ഈ സമയത്ത്, അതായത് 24 മണിക്കൂർ പിന്നിടുകയാണ്, നമ്മുടെ ഒരു ജവാൻ അവരുടെ കസ്റ്റഡിയിലാണ്. അതൊരാശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ എന്നതിൽ തർക്കവുമില്ല. ഫ്ലാഗ് മീറ്റിംഗിന് അവർ വിസമ്മതിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ ഡെവലപ്മെന്റ് എന്താണ്? തീർച്ചയായും അനുജ, 24 ഇപ്പോൾ 48 മണിക്കൂർ അടുത്താവുന്നു. ബുധനാഴ്ചയാണ് അദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുന്നത്. ഇന്നലെ രാവിലെ അദ്ദേഹത്തെ തിരികെ കിട്ടാൻ വേണ്ടി ചില ശ്രമങ്ങൾ ഇന്ത്യ നടത്തിയതാണ്. ഒരു ഫ്ലാഗ് മീറ്റിംഗ് നടത്തി അദ്ദേഹം ഈ കാര്യങ്ങളിൽ ആശയവിനിമയം നടത്തി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാം എന്നതായിരുന്നു ഇന്ത്യ നടത്തിയ ശ്രമം. കാരണം ഇതിനു മുമ്പും പലപ്പോഴും പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും സൈനികർ അബദ്ധത്തിൽ ഈ നിയന്ത്രണ രേഖ മറികടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ അവർ തിരികെ പോയിട്ടുമുണ്ട്. അത്തരമൊരു സാഹചര്യമാണ് ഇന്ത്യ ആഗ്രഹിച്ചിരുന്നത്. അത്തരമൊരു നിലപാടാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യ പ്രതീക്ഷ. പക്ഷേ അതുണ്ടായില്ല. ഇപ്പോഴത്തെ നിലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇത്രയേറെ വഷളായ സ്ഥിതിക്ക് ഈ ജവാന്റെ 2 ഫോട്ടോ പുറത്തുവിട്ടതല്ലാതെ ഇപ്പോൾ നടക്കുന്ന ഏതെങ്കിലും ചർച്ചയോട് സഹകരിക്കാൻ പാകിസ്ഥാൻ തീരെ തയ്യാറായിട്ടില്ല. ഇപ്പോൾ 48 മണിക്കൂറാവുന്നു. നമുക്ക് ഓർമ്മ ഇതുപോലെ ഒരു അവസ്ഥയിൽ നമ്മൾ കൊണ്ടുചെന്ന് നിന്നത് അഭിനന്ദൻ വർദ്ധമാന്റെ വിഷയത്തിലായിരുന്നു. അന്ന് 60 മണിക്കൂറിനുള്ളിൽ അഭിനന്ദൻ വർദ്ധമാനെ നമുക്ക് തിരികെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. അന്ന് പ്രധാനമായും അത് വിജയിക്കാനുള്ള പ്രധാന കാരണം ഇന്ത്യ നൽകിയ ഒരു അന്ത്യശാസനമായിരുന്നു. പാകിസ്ഥാൻ പാർലമെന്റിൽ ഈ കാര്യങ്ങൾ പിന്നീട് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതാക്കൾ തുറന്നു പറഞ്ഞതുമാണ്. ഇന്ത്യ ഏതാണ്ട് രാത്രി 9 മണിക്കുള്ളിൽ ഈ അഭിനന്ദൻ വർദ്ധമാനെ തിരികെ എത്തിച്ചില്ലെങ്കിൽ സൈനികമായൊരു നടപടിക്ക് ഞങ്ങൾ ഒരുങ്ങും എന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. അങ്ങനെ അന്നത്തെ പാക് പ്രതിരോധ മന്ത്രി അത് മറ്റ് ആർമി ചീഫ് അടക്കമുള്ള ആളുകളെ ഈ കാര്യം അറിയിക്കുകയും അന്നത്തെ ആർമി ചീഫ് ഭയന്നുപോയി എന്നതൊക്കെയാണ് പിന്നീട് നടന്ന ചരിത്രം. അതിന് പിന്നാലെയാണ് അഭിനന്ദൻ വർദ്ധമാനെ തിരികെ ഇന്ത്യക്ക് അവർ കൈമാറാൻ തയ്യാറായത്. അതുപോലെ ഒരു നീക്കത്തിലേക്ക് ഇനി പോകേണ്ടി വരും. ഇപ്പോൾ ഈ ജവാന്റെ കുടുംബം കൊൽക്കത്തയിലാണ് അവരുള്ളത്. അവർ ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, എന്ത് വില കൊടുത്തും തങ്ങളുടെ പ്രിയപ്പെട്ട ആളെ തിരികെ എത്തിക്കണം. നമ്മുടെ രാജ്യവും അത് ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നയാളാണ്. കർഷകർക്ക് വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടി അവരുടെ സുരക്ഷ ഒരുക്കാൻ വേണ്ടി പോയതാണ്. അല്ലാതെ നേരിട്ട് ആരെങ്കിലും വെടിവെച്ച് കൊല്ലാനോ ഏതെങ്കിലും യുദ്ധത്തിനോ പോയ ആളല്ല. അബദ്ധത്തിൽ അതിർത്തി മറികടക്കേണ്ടി വന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന് കുടുംബവും ആവശ്യപ്പെടുന്നു. രാജ്യമൊന്നാകെ ആവശ്യത്തോടൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഏതായാലും അന്ന് 2019 എടുത്ത തരത്തിൽ അത്രയും കടുത്ത ഒരു നിലപാട് ഇതിലെടുക്കും. കടുത്ത പ്രഹരം പാകിസ്ഥാന് നേരിടേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് ഇന്ത്യ കൊടുക്കുന്നു. ഇതിനോടകം തന്നെ ഇന്ത്യയുടെ സൈനിക ശക്തി കരുത്ത് എന്താണ് എന്ന സൂചനകൾ പാകിസ്ഥാന് നൽകിയിട്ടും ഉള്ളതാണ് അനുജ.